മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് കിലാബ് എന്ന് പറയുന്ന വ്യക്തി ജിഹാദിന് വേണ്ടി മദീനയിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് യാത്ര പോവുകയുണ്ടായി. തന്റെ മകൻ തന്നെ വിട്ടു പോയതിന്റെ ദുഃഖത്താൽ കിലാബിന്റെ പിതാവ് ഉമയ്യ ഇബ്നുൽ അസാക്കിറും അദ്ദേഹത്തിന്റെ ഭാര്യയും ഏറെ ദുഃഖിച്ചു. പ്രാവുകൾ തങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്ന കാഴ്ച കാണുമ്പോ തന്റെ മകൻ തന്നിൽ നിന്ന് അകന്നുപോയല്ലോ എന്ന് ആലോചിച്ച് കിലാബിന്റെ പിതാവും കിലാബിന്റെ മാതാവും ഏറെ ദുഃഖിച്ചു. കരഞ്ഞ് കരഞ്ഞ് കണ്ണിന്റെ കാഴ്ചശക്തി പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കിലാബിന്റെ ഉപ്പ ഉമയ്യ ഇബ്നുൽ അസാക്കിർ എത്തുകയുണ്ടായി. ഈ വിവരം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞപ്പോ തന്റെ സൈന്യത്തോട് കിലാബിനെ വീണ്ടും മദീനയിലേക്ക് തന്നെ പറഞ്ഞയക്കാൻ വേണ്ടി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൽപ്പിച്ചു. അങ്ങനെ കിലാബ് മദീനയിലെത്തി. ഉമർ റളിയല്ലാഹു അൻഹു അയാളോട് ചോദിച്ചു, അല്ല, നിന്റെ ഉപ്പാക്ക് നിന്നെ വല്ലാത്ത ഇഷ്ടമാണല്ലോ, എന്താണ് അതിന്റെ കാരണം? അദ്ദേഹം പറഞ്ഞു, എന്റെ ഉപ്പാക്ക് എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തു കൊടുക്കാറുള്ളത്. ഉപ്പാക്ക് വേണ്ടി ഞാൻ ഒട്ടകത്തെ കറക്കാനൊരുങ്ങുമ്പോ ആ ഒട്ടകത്തിന്റെ അകിട് നന്നായി വെള്ളമൊഴിച്ച് കഴുകി വൃത്തിയാക്കി അതൊക്കെ ഉണങ്ങി ഏറ്റവും നല്ല രൂപത്തിൽ ഒട്ടകത്തിന്റെ പാല് കറന്നെടുത്ത് ഞാൻ എന്റെ ഉപ്പാക്ക് കൊണ്ടുപോയി കൊടുക്കും. ഉമർ റളിയല്ലാഹു അൻഹു കിലാബിനോട് പറഞ്ഞു, എങ്കിൽ ഈ ഒരു പാത്രത്തിൽ കുറച്ച് പാല് നീ കറക്കുമോ നിന്റെ ഉപ്പാക്ക് വേണ്ടി? കിലാബ് കറന്നു കൊടുത്തു. ഉമയ്യന്റെ അടുക്കലേക്ക് ഉമർ റളിയല്ലാഹു അൻഹു ആ കറന്നെടുത്ത പാലുമായി കടന്നു ചെന്നു. മകൻ ഇവിടെ വന്ന വിവരം അദ്ദേഹത്തെ ഉമർ റളിയല്ലാഹുവിനെ അറിയിച്ചില്ല. ആ പാല് കുടിക്കാൻ കൊടുത്ത് തന്റെ വായിലേക്ക് ആ പാൽ അടുപ്പിക്കുമ്പോ കിലാബിന്റെ ഉപ്പ പറഞ്ഞു, ഇന്നി അജിദു റീഹ കിലാബ്, ഞാൻ എന്റെ മകൻ കിലാബിന്റെ വാസന ഇവിടെ അനുഭവിക്കുന്നു എന്നാണ്. ഇത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹുവും അത് കണ്ടു നിൽക്കുന്ന ആളുകൾ മുഴുവനും കരഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കിലാബിനെ തന്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് തന്നെ തിരിച്ചയച്ചു. അവിടെ കഴിഞ്ഞുകൂടാൻ വേണ്ടി കൽപ്പിച്ചു.